ഹലോ ഗൈസ്, അപ്പോൾ പരീക്ഷയുടെ തിരക്കിലാണെന്ന് എനിക്കറിയാം. എങ്കിലും നിങ്ങൾ എന്നോട് ചോദിച്ചൊരു വീഡിയോ ആയിരുന്നു ഈ പറഞ്ഞിരിക്കുന്ന മാർക്ക് സിസ്റ്റത്തിൽ എങ്ങനെയാണ് റിസ്ക് മാനേജ് ചെയ്യുന്നത്, അഥവാ റിസ്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന കാര്യം ചോദിച്ചതായിരുന്നു. അപ്പോൾ മാർക്ക് സിസ്റ്റം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം അതെന്താണ്, ക്യാപിറ്റലിസ്റ്റ് ആണ് സൂചിപ്പിക്കുന്നത് അല്ലേ. നമുക്കറിയാം ക്യാപിറ്റലിസ്റ്റ് ആണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിൽ നമുക്കറിയാം അവിടെ എന്താണ് എല്ലാവരുടെയും ലക്ഷ്യം എന്ന് പറഞ്ഞാൽ, മാക്സിമം ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ ഈ കാര്യം പറയാൻ പോകുന്നത്, എങ്ങനെയാണ് റിസ്ക് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ അതിനാദ്യം നമുക്ക് അറിയേണ്ട കാര്യം എന്താണ് ഒരു റിസ്ക് എന്നുള്ള കാര്യം നമുക്ക് ആദ്യം അറിയണം. അപ്പോൾ നോക്കുകയുള്ളൂ, റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഓരോ തവണ നിങ്ങൾ പലപ്പോഴും ജീവിതത്തിൽ കേട്ടുള്ള കാര്യമായിരിക്കും റിസ്ക് എന്ന് പറയുന്നത് അല്ലേ. നമ്മുടെ എക്കണോമിക്സിൽ റിസ്ക് എന്ന് പറഞ്ഞ സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ എക്കണോമിക്സ് റിസ്ക് എന്ന് പറയുന്നത് എന്താണ്, ദ പോസിബിലിറ്റി ഓഫ് ആൻ അൺസർട്ടൺ ഔട്ട്കം എന്ന് പറയുന്നുണ്ട്. അൺസർട്ടൺ ഔട്ട്കം എന്ന് പറയുന്നത് നമ്മൾക്ക് സാധാരണ നമ്മൾ പ്രതീക്ഷിക്കാതെ ഉണ്ടാകുന്ന നഷ്ടത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞാനൊരു ചിത്രം കൊടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. ഇയാൾ റിസ്ക് എടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ, ഇയാൾ എന്തെങ്കിലും ഗോളിലേക്ക് എത്താൻ വേണ്ടി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളാണ് ഇവിടെ നിൽക്കുന്നത് വിചാരിക്കാം. ഇവിടെയാണ് നമ്മുടെ എക്സാം എന്ത് ചെയ്യുന്നത്, എക്സാമിൻ്റെ കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ UG നിങ്ങളുടെ UG നിൽക്കുന്നത് വിചാരിക്കാം. നിങ്ങൾ അങ്ങോട്ട് പോകുന്ന വഴി നിങ്ങൾക്ക് ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തു പോകാനുണ്ട് അല്ലേ. നിങ്ങൾ പ്രതീക്ഷിക്കാതെ വരുന്ന കുറേ കാര്യങ്ങളാണ് ഇതിൻ്റെ ഇടയിൽ ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ തരണം ചെയ്തു പോകണം. ആ വരുന്നതിനൊക്കെ നമുക്ക് എന്താ പറയുക, റിസ്ക് എന്ന് പറയാം. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് ഇത്രേ ഉള്ളൂ. റിസ്ക് റെഫേഴ്സ് ടു ദ പോസിബിലിറ്റി ഓഫ് ആൻ അൺഫേവറബിൾ ഔട്ട്കം. അൺഫേവറബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അനുകൂലമല്ലാത്ത എന്തെങ്കിലും റിസൾട്ട് ഉണ്ടാവുക, അല്ലെങ്കിൽ ലോസ്, എന്താണ്, നഷ്ടം സംഭവിക്കുക. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുക, ഒന്നുകിൽ നമ്മളൊരു തീരുമാനം എടുക്കുക, അല്ലെങ്കിൽ നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു സാമ്പത്തിക പ്രവർത്തനം നടത്തുകയോ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന നഷ്ടത്തെയോ അല്ലെങ്കിൽ നമുക്കുണ്ടാവുന്ന നഷ്ടത്തിന് പകരമായിട്ട് അൺഫേവറബിൾ ആയിട്ടുണ്ടാകുന്ന ഔട്ട്കം, നമ്മൾ പ്രതീക്ഷിക്കാതെ നമുക്ക് അനുകൂലമല്ലാതെ പ്രതികൂലമായി ഉണ്ടാകുന്ന ഔട്ട്കമ്മിനെ നമുക്ക് എന്ത് പറയാം, റിസ്ക് എന്ന് പറയാം. അപ്പോൾ സംഗതി എത്രയേ ഉള്ളൂ, എക്കണോമിക്സിൽ പറയുന്നത് അത്ര തന്നെയേ ഉള്ളൂ. എന്താണ്, ലോസ് ആണ്. ഈ ലോസ് എങ്ങനെ ഉണ്ടാകുന്നത്, നമ്മളൊരു എക്കണോമിക് ഡിസിഷൻ അല്ലെങ്കിൽ ഒരു എക്കണോമിക് ഇവൻറ്റ്, അഥവാ നമ്മൾ സാമ്പത്തികമായിട്ടുള്ളൊരു തീരുമാനം എടുക്കണം. ഇപ്പോൾ നമ്മൾ തീരുമാനിക്കുകയാണ് നാളെ മുതൽ എന്ത് ചെയ്താൽ മതി, വീട്ടിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബിസ്ക്കറ്റ് കമ്പനിയാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ ബിസ്ക്കറ്റ് കമ്പനി നാളെ മുതൽ നിർത്തിയിട്ട് പപ്പട കമ്പനി തുടങ്ങാം എന്ന് നമ്മൾ തീരുമാനിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് റിസ്ക് എടുക്കേണ്ടി വരും അല്ലേ. അതാണ് നമ്മൾ റിസ്ക് സൂചിപ്പിക്കുന്നത്. നമുക്കുണ്ടാകുന്ന നഷ്ടം അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന അൺസർട്ടൈൻ ആയിട്ടുള്ള അല്ലെങ്കിൽ അൺഫേവറബിൾ ആയിട്ടുള്ള ഔട്ട്കമ്മിനാണ് റിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കിയോളൂ, റിസ്ക് എന്ത് ചെയ്യണം, നമ്മൾ സാധാരണ മാനേജ് ചെയ്യാറുണ്ട്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം ജീവിതത്തിലെ പല മേഖലയിൽ നമ്മൾ റിസ്ക് എടുത്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, റിസ്കിനെ മാനേജ് ചെയ്യണം. അത് തന്നെയാണ് ഈ പറഞ്ഞ മാർക്കറ്റ് ഇക്കോണമിയിലും പറയുന്നത്. എവിടെ ഈ റിസ്ക് മാനേജ് ചെയ്യുന്ന ഫേംസിനോട് പറയുന്നുണ്ട്. സോ റിസ്ക് ഈസ് ആൻ ഇൻഹറൻറ്റ് പാർട്ട് ഓഫ് ദി ഇക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നുണ്ട്. അതായത് എക്കണോമിക് ആക്ടിവിറ്റി, സാമ്പത്തിക പ്രവർത്തനം എവിടെയൊക്കെ നടക്കുന്നുണ്ടോ അവിടെയൊക്കെ ആര് കൂടി ഉണ്ടായിരിക്കും, നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന റിസ്ക് കൂടി ഉണ്ടായിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ റിസ്ക് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ, ഒന്നുകിൽ നമ്മൾ എന്ത് ചെയ്യുക, റിസ്ക് അവോയ്ഡ് ചെയ്യണം, ഒഴിവാക്കണം, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, റിസ്കിൻ്റെ എഫക്റ്റ് നമ്മൾ കുറക്കണം. അതാണ് പറഞ്ഞത് റെഡ്യൂസ് ദ റിസ്ക്. അതിനുവേണ്ടി നമുക്ക് എന്ത് വേണം, അതിനുവേണ്ടി നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു 10 കോടി രൂപ വേണമെന്ന് വിചാരിക്കാം. പക്ഷേ 10 കോടി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്താണ് ലോസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ലോസ് എത്രയാണ്, ഒരു 2 ലക്ഷമോ ഒക്കെ ലോസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒറ്റയടിക്ക് നിങ്ങൾ മാത്രം 10 കോടി എടുക്കുന്നതിന് പകരം എന്ത് ചെയ്യാം, ഒരു 3-4 പേര് ചേർന്നിട്ട് ഈ പറയുന്ന 10 കോടി തുടങ്ങാമെന്ന് വിചാരിക്കുക. ഓക്കെ, 3-4 പേര് ചേർന്നുള്ള 10 കോടി തുടങ്ങുന്നെങ്കിൽ എന്ത് ചെയ്യും, ഓരോരുത്തർക്കും വരുന്ന നഷ്ടം എന്തായിരിക്കും, ഈ 2 ലക്ഷത്തിനെയും അതുപോലെ 5 വെച്ച് വീതം വെച്ച പോലെ, അഥവാ ഏകദേശം ഓരോരുത്തർക്ക് എത്രയൊക്കെ വരുന്നുണ്ടാവുക, 20,000 രൂപയോ അല്ലെങ്കിൽ 40,000 രൂപയ്ക്ക് നഷ്ടം വരുന്നുണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ ഒരാൾക്ക് മാത്രമാണെങ്കിൽ 2 ലക്ഷം രൂപ നഷ്ടം വരേണ്ട സ്ഥാനത്ത് എന്ത് ചെയ്തു, 5-6 പേരെ നമ്മൾ ഒരുപാട് പേരെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, റിസ്ക് നമുക്ക് അവിടെ കുറക്കാനായി. അഥവാ ഒരാൾക്ക് വന്ന നഷ്ടത്തിൻ്റെ അളവ് നമ്മൾ എന്ത് ചെയ്തു, 2 ലക്ഷം എന്നുള്ളത് നമ്മൾ 40,000 ആയിട്ട് കുറച്ചു. അപ്പോൾ റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ സംഗതി ഇതാണ്. നമ്മൾ ഒന്നുകിൽ എന്ത് ചെയ്യുക, റിസ്ക് ഒഴിവാക്കുക, അല്ലെങ്കിൽ റിസ്കിൻ്റെ അളവ് കുറയ്ക്കുക. ഇതിന് രണ്ടിനും വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജിയുടെ പേരാണ് റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ മലയാളം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഈ പറഞ്ഞ റിസ്ക് ഒഴിവാക്കുന്നതിനോ അല്ലെങ്കിൽ റിസ്ക് കുറക്കുന്നതിനോ, ഈ അപകട സാധ്യത നിങ്ങൾ നോക്കരുത് കേട്ടോ. റിസ്ക് എന്ന് പറയുന്നതിൻ്റെ ടേമിൻ്റെ പച്ച മലയാളം അതാണ്. അപ്പോൾ റിസ്ക് ഒഴിവാക്കാനോ അല്ലെങ്കിൽ റിസ്ക് കുറക്കാനോ നമ്മൾ എന്ത് ചെയ്യുന്നു, റിസ്ക് മാനേജ്മെൻറ്റ് ഉപയോഗിക്കുന്നതാണ് പറയാറുള്ളത്. അപ്പോൾ ഇനി നോക്കിക്കോളൂ, റിസ്ക് മാനേജ്മെൻറ്റ് എന്തിനാണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ റിസ്കിനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാനും അതിനെന്താണ് മിറ്റിഗേറ്റ് പറഞ്ഞാൽ ഇല്ലായ്മ ചെയ്യുക അല്ലെങ്കിൽ കുറക്കുക എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റിസ്ക് മാനേജ്മെൻറ്റ് കൊണ്ട് ഉണ്ടാകുന്ന കുറച്ച് നേട്ടങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, നമ്മുടെ അൺസർട്ടനിറ്റീസ്, അഥവാ നമ്മൾ പ്രതീക്ഷിക്കാതെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അൺസർട്ടനിറ്റീസ് എന്ന് പറയാം. ഇപ്പോൾ ഒരു ഉദാഹരണം, കൊറോണ എന്ന് പറയുന്നത് നമ്മൾ ആരും പ്രതീക്ഷിച്ചതല്ല. വയനാട്ടിലെ ലാൻഡ് സ്ലൈഡ് നമ്മൾ
നമ്മളാരും പ്രതീക്ഷിച്ചതല്ല. അങ്ങനെ നമുക്ക് വരുന്നതാണ് അൺസർട്ടനിറ്റീസ് എന്ന് പറയുന്നത്, പ്രതീക്ഷിക്കാതെ വരുന്ന കാര്യങ്ങൾ. അത് നമുക്ക് ഒരു പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റും, മാനേജ് ചെയ്യാൻ പറ്റും. ഓക്കെ, രണ്ടാമത്തെ കാര്യം നമ്മുടെ നെഗറ്റീവ് ഇമ്പാക്റ്റുകൾ. അഥവാ നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ നേരത്തെ പറഞ്ഞ അൺഫേവറബിൾ എന്ന് പറഞ്ഞല്ലേ, നമുക്ക് ഫേവറബിൾ അല്ലാതെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പരീക്ഷ ഹാളിൽ നിങ്ങൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ബെഞ്ച് ഒടിഞ്ഞു വീണു, അത് ഫേവറബിൾ ആണോ? അല്ല, അൺഫേവറബിൾ ആണല്ലേ. അതുപോലെ പരീക്ഷ ഹാളിൽ നിങ്ങൾ പേപ്പർ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്തു, പെട്ടെന്ന് മഴ പെയ്ത് കറണ്ട് പോയി വെളിച്ചമൊക്കെ ഇല്ലാതെ എക്സാം ഹാളിൽ ഭയങ്കര ഇരുട്ടായി മാറി, അതും അൺഫേവറബിൾ ആണ്. അപ്പോൾ അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, അഥവാ നെഗറ്റീവ് ഇമ്പാക്റ്റുകളൊക്കെ നമുക്ക് കുറക്കാൻ പറ്റും എന്തുണ്ടെങ്കിൽ, റിസ്ക് മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ. ഇനി അടുത്ത സ്റ്റെബിലിറ്റി നമുക്ക് കൂടുതലായിട്ട് കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ നമുക്കറിയുന്ന കാര്യമാണ്, റിസ്ക് വരുമ്പോൾ സാധാരണ സ്റ്റെബിലിറ്റി ഇല്ലാതെയും, പക്ഷേ ഇവിടെ നമുക്ക് എന്ത് വരും, സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ പറ്റും. അതേപോലെ എക്കണോമിക് ഗ്രോത്തിനെയും പ്രൊമോട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ 4 കാര്യങ്ങൾ റിസ്ക് മാനേജ്മെൻറ്റോടാണ്. ഇനി എങ്ങനെയാണ് നമ്മൾ ഈ പറയാൻ പോകുന്നത്, ഈ പറഞ്ഞിരിക്കുന്ന മാർക്കറ്റ് സിസ്റ്റം എങ്ങനെയാണ്, നിങ്ങളുടെ സിലബസ് പറഞ്ഞിരിക്കുന്ന കാര്യം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് പരീക്ഷയ്ക്ക് ഷുവറായിട്ട് ചോദ്യം വരുന്നൊരു ഭാഗമാണ്, നോക്കിക്കൊണ്ടു. അപ്പോൾ മാർക്കറ്റ് സിസ്റ്റം എങ്ങനെയാണ് റിസ്ക്കുമായിട്ട് ഡീൽ ചെയ്യുന്നത് വെച്ചിരുന്നത്, നമുക്കറിയാം ഒരു മാർക്കറ്റ് സിസ്റ്റം എന്നല്ല, ഒരു എക്കോണമിയിൽ ഏത് സിസ്റ്റം ആയിക്കോട്ടെ അവിടെ എല്ലായിടത്തും എന്തുണ്ടാവും, റിസ്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ റിസ്ക് എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പോൾ റിസ്ക് മാനേജ് ചെയ്യാൻ വേണ്ടി ഇവിടെ 3 വഴികളാണ് പറയുന്നത്. ഒന്ന് പ്രോഫിറ്റ് സിസ്റ്റം. ഓക്കെ, പ്രോഫിറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ലാഭ സംവിധാനം. രണ്ടാമത് പറഞ്ഞാൽ എന്താണ്, ഈ പറഞ്ഞ ഷീൽഡിങ് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ, ഷീൽഡിങ് പറഞ്ഞാൽ സംരക്ഷിക്കുക. ആരെയൊക്കെ സംരക്ഷിക്കേണ്ടേ, നമ്മുടെ കമ്പനികളിലെ എംപ്ലോയിമാരെയും അതുപോലെ നമുക്ക് കമ്പനികളെ സാധനം നൽകുന്ന സപ്ലൈ ചെയ്യുന്ന ആളുകളെ എന്ത് ചെയ്യുക, ആ പറയുന്ന ആളുകളെ നമ്മൾ സംരക്ഷിക്കുക എന്നാണ് പറഞ്ഞത്. ഓക്കെ, അവരെ ഷീൽഡ് ചെയ്യാന്ന് പറഞ്ഞത്. മൂന്നാമത്തെ പറഞ്ഞാൽ എന്താണ്, ഈ റിസ്ക് കംപ്ലീറ്റ് എംപ്ലോയീസിനും സപ്ലൈസിനൊക്കെ കൊടുക്കുന്നതിന് പകരമായിട്ട് കംപ്ലീറ്റ് ആരുടെ മുകളിൽ വെക്കുക, ഈ പറഞ്ഞ റിസ്ക് കംപ്ലീറ്റ് ഓണേഴ്സിൻ്റെ തലയിൽ മാത്രം വെക്കുക. അതാണ് മൂന്നാമത് പറഞ്ഞ മെത്തേഡ്. അപ്പോൾ ഈ 3 മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ നോക്കുക, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു കമ്പനി തുടങ്ങി. ഓക്കെ, ആ കമ്പനി തുടങ്ങുന്ന സമയത്ത് അവിടെ റിസ്ക് വരുമ്പോൾ നമ്മൾ 3 രീതിയിലാണ് അത് ഒഴിവാക്കാറുള്ളത്. അതിൽ ഒന്നാമത്തെ മെത്തേഡാണ് പ്രോഫിറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. നോക്കിക്കൊള്ളൂ, അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മുൻപ് പഠിച്ചിട്ടുള്ള എങ്ങനെയായിരിക്കും, ടോട്ടൽ കോസ്റ്റ് മൈനസ് ടോട്ടൽ റവന്യൂ എന്നല്ല, ടോട്ടൽ റവന്യൂ മൈനസ് ടോട്ടൽ കോസ്റ്റ് ആണ് ചെയ്യാറുള്ളത്. അങ്ങനെയാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടാറുള്ളത്. അഥവാ ഒരു ഫേമിന് കിട്ടുന്ന മൊത്തം വരുമാനത്തിൽ നിന്ന് അവരുടെ മൊത്തം ചിലവ് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന പൈസ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു കമ്പനി നടത്തുന്നുണ്ടെന്ന് വിചാരിക്കുക. എൻ്റെ കമ്പനിയിൽ ഒരു വർഷം കിട്ടിയ വരുമാനം 10 ലക്ഷം രൂപ എന്ന് വിചാരിക്കുക. എൻ്റെ കമ്പനിയിൽ ഒരു വർഷം എനിക്ക് വന്ന ചിലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ലക്ഷം രൂപ. അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ എത്ര വരിക, പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ 2 ലക്ഷം രൂപയാണ് വരിക. എല്ലാവർക്കും അറിയുന്ന ലോജിക്കാണിത് അല്ലേ. അതേ കാര്യമാണ് ഇവിടെ പറയുന്നത്, നോക്കിക്കോളൂ. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് എ ഫിനാൻഷ്യൽ ഗെയിൻ, സാമ്പത്തികമായ നേട്ടമാണ്. എങ്ങനെ കിട്ടുന്നത്, ഒബ്റ്റൈൻഡ് വെൻ ദ റവന്യൂ ഈസ് ഗ്രേറ്റർ ദാൻ ദി ഇറ്റ്സ് കോസ്റ്റ്. എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ റവന്യൂ എന്തായിരിക്കും, കോസ്റ്റിനേക്കാൾ വലുതാകുമ്പോഴാണ് പ്രോഫിറ്റ് കിട്ടാറുള്ളത്. ഓക്കെ, അപ്പോൾ റവന്യൂ ഈസ് ഏൺഡ് ത്രൂ സെല്ലിംഗ് പ്രോഡക്ട്സ് എന്ന് പറയുന്നുണ്ട്. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന പ്രൊഡക്റ്റുകളോ അല്ലെങ്കിൽ സർവീസുകളോ നമ്മൾ വിൽക്കുന്നത് വഴിയാണ് നമുക്ക് എന്ത് കിട്ടാറുള്ളത്, ഈ പറഞ്ഞ വരുമാനം കിട്ടാറുള്ളത് അല്ലേ. നമ്മളിപ്പോൾ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല, അത് മാർക്കറ്റിൽ നമ്മൾ എന്തെങ്കിലും വിൽക്കണം, അതാണ് സെല്ലിംഗ് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നോക്കുക, ഈ പറഞ്ഞിരിക്കുന്ന ഫേമിന് എപ്പോഴാണോ റവന്യൂ കൂടുതലാവുന്നത് എന്തിനേക്കാൾ, അവരുടെ കോസ്റ്റിനേക്കാൾ കൂടുതലാണ്, അപ്പോഴാണ് ഒരു ഫേമിന് പ്രോഫിറ്റ് കിട്ടുക അല്ലേ. അപ്പോൾ പ്രോഫിറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞ സംഗതി ഇതാണ്, ലാഭം കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ലാഭം ലക്ഷ്യമാക്കിയിട്ട് പ്രവർത്തിക്കുക. ആ ഒരു മെൻറ്റാലിറ്റി കൊണ്ടുവരുന്നതിന് പറഞ്ഞതാണ് പ്രോഫിറ്റ് സിസ്റ്റം. ഇറ്റ് ഈസ് ആൻ എക്കണോമിക് ഫ്രെയിംവർക്ക് വേർ ദ പ്രൈമറി ഇൻസെൻറ്റീവ് ഫോർ പ്രൊഡ്യൂസിങ് ഗുഡ്സ് ആൻഡ് സർവീസ് ഈസ് ടു ജനറേറ്റ് പ്രോഫിറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഈ പറഞ്ഞ കമ്പനികളോടൊക്കെ ആദ്യം തന്നെ അവർക്കൊരു പ്രോഫിറ്റ് മോട്ടീവ് ഉണ്ടാക്കി വെക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കമ്പനി പ്രവർത്തിക്കുന്ന ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുക എന്ത് ചെയ്യും, അവരുടെ ആദ്യത്തെ ലക്ഷ്യം തന്നെ അതാണെങ്കിൽ അവരെന്ത് ചെയ്യും, അതിനനുസരിച്ചുള്ള പ്രൊഡക്ഷൻ നടത്തും അല്ലേ. ഈ ഒരു മോട്ടീവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രോഫിറ്റ് മോട്ടീവ് എന്ന് വിളിക്കുക. അപ്പോൾ കമ്പനികളെ പ്രോഫിറ്റ് മോട്ടീവാക്കി മാറ്റുന്നതിന് നമ്മൾ പറഞ്ഞവരാണ് പ്രോഫിറ്റ് സിസ്റ്റം എന്ന് സിമ്പിളായിട്ട് പറയാം. ഓക്കെ, ഇനി അതിൻ്റെ മലയാളം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് വായിച്ചു നോക്കാം. സോ ദ ഡിസയർ ടു ഏൺ പ്രോഫിറ്റ്, കണ്ടല്ലോ. അപ്പോൾ എന്തായിരിക്കും ഇവിടെ ആഗ്രഹം, ഡിസയർ എന്ന് പറയുന്നത് എന്തിനാണ്, ആഗ്രഹം ഉള്ളത് വേറെ ഒന്നിനല്ല, പ്രോഫിറ്റ് ഉണ്ടാക്കുക, ലാഭം ഉണ്ടാക്കുക. അതാണ് എന്ത് ചെയ്യുന്നത്, കൂടുതലായിട്ടും ആളുകളോട് എന്ത് പറയുന്നു, കൂടുതലായിട്ടും എക്കണോമിക് ആക്ടിവിറ്റീസ് കൂടുതലായിട്ട് കൊണ്ടുവരാൻ പറയുന്നു. ഓക്കെ, അതിൻ്റെ ഭാഗമായിട്ട് പ്രോഫിറ്റ് കൂട്ടുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ട് എന്ത് ചെയ്യും, ദ പ്രൊഡ്യൂസേഴ്സ് എൻകറേജ് ദ ഇന്നോവേഷൻ ആൻഡ് എഫിഷ്യൻസി. കണ്ടല്ലോ, പ്രൊഡ്യൂസേഴ്സ് എന്ത് ചെയ്യും, അവരുടെ കമ്പനിയിലുള്ള ഇന്നോവേഷൻസ് കൂട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടുപിടുത്തങ്ങൾ കൂട്ടും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ടെക്നോളജി എന്താണ്, സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ മുൻപ് ഉണ്ടായിരുന്ന ഫോണുകൾ ഫീച്ചർ ഫോണുകളായിരുന്നു. അപ്പോൾ മനസ്സിലായി, ഫീച്ചർ ഫോണിന് വരെ സ്മാർട്ട് ഫോൺ വന്നു കഴിഞ്ഞാൽ കൂടുതൽ സെയിൽസ് വരുന്നു മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്തു, ലോകത്തിലെ പ്രധാനപ്പെട്ട കമ്പനികളൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, ഈ പറഞ്ഞിരിക്കുന്ന ഇന്നോവേഷൻസ് നടത്തിയിട്ട് പുതിയ പുതിയ സ്മാർട്ട് ഫോണുകൾ കൊണ്ടുവന്നു. സ്മാർട്ട് ഫോണുകളൊക്കെ ഇപ്പോൾ ഉപയോഗിക്കുന്ന സ്ക്രീൻ വരെ നമുക്കറിയാം LCD സ്ക്രീനിൽ നിന്നും അതെന്തിലേക്കൊക്കെ മാറിയിട്ടുണ്ട്, AMOLED. ഓക്കെ, AMOLED സ്ക്രീനിലേക്ക് അപ്പോൾ അത് മാറിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ എന്തിൻ്റെ ഭാഗമാണ്, ഇന്നോവേഷൻ്റെ ഭാഗമായിട്ട് നടന്നാണ്. അപ്പോൾ ഇന്നോവേഷൻ എന്ത് ചെയ്യും, പ്രോഫിറ്റ് ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ ഇന്നോവേഷൻ നടക്കും. അതുപോലെ ഈ പറഞ്ഞ കമ്പനികളുടെ എഫിഷ്യൻസിയും കൂടും. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്.
സോ ദ ഫേം ഫോളോ ഇന്നോവേഷൻസ്. ഫേം എന്ത് ചെയ്യും? ഈ പറഞ്ഞ ഇന്നോവേഷന് പിന്തുടരും. അതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യും? അവരുടെ പ്രൊഡക്റ്റിൻ്റെ നിലവാരം ഉയരും. അതുപോലെ തന്നെ അവരുടെ ഉൽപ്പാദന ചെലവ് കുറയുകയും ചെയ്യും. അങ്ങനെ അവർക്ക് എന്ത് ചെയ്യും? കൂടുതൽ ലാഭം കിട്ടുകയും ചെയ്യും. ഈ 3 കാര്യങ്ങൾ നടക്കുക. അപ്പോൾ ഇന്നോവേഷൻസിൻ്റെ ഭാഗമായിട്ട് ഒരു ഫേമിൻ്റെ പ്രൊഡക്റ്റ് മെച്ചപ്പെടും, അതുപോലെ തന്നെ അവരുടെ ചിലവ് കുറക്കാൻ പറ്റും, അതുപോലെ അവരുടെ ലാഭം കൂട്ടാനും പറ്റും. അപ്പോൾ അതാണ് ഇവിടെ അവസാനം ഇവിടെ വരുന്നത്. ഒരു ലാഭം കിട്ടുന്ന ഫേമും അതുപോലെ ലാഭം കിട്ടാത്ത ഫേമും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഒരു ഫേം ലാഭം കിട്ടുന്നതാണ് എന്ത് ചെയ്യും? കൂടുതൽ ആൾക്കാർ അവിടെ വന്നിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും. നമുക്ക് ലോജിക്കലി ആലോചിച്ചാൽ കിട്ടുന്ന കാര്യമാണുള്ളത്. അതേപോലെ ഒരു ഫേം ലാഭം ഉണ്ടാക്കാത്തതാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും? ആൾക്കാരൊന്നും ഇൻവെസ്റ്റ് ചെയ്യില്ല, പകരം എന്ത് ചെയ്യും? ആ ഫേം പൂട്ടി പോകേണ്ടി വരും. അതാണ് പറഞ്ഞത് ടു എക്സിറ്റ് എന്ന് പറഞ്ഞാൽ അല്ലേ. അവരെന്ത് ചെയ്യേണ്ടി വരും? മാർക്കറ്റിൽ നിന്നും ഒഴിവായി പോകേണ്ടി വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഈ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അതായത് കമ്പനികൾ ഇപ്പോൾ ആമസോൺ, സാംസങ് തുടങ്ങിയ കമ്പനികളൊക്കെ എന്ത് ചെയ്യാറുണ്ട്? കൂടുതൽ ഇന്നോവേഷൻസ് നടത്തുന്ന കാര്യം നമ്മൾ പറഞ്ഞു. എന്തിനാണ്? അവർക്ക് കൂടുതൽ മാർക്കറ്റിൽ കൂടുതൽ ലാഭം സൃഷ്ടിക്കാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, അതെങ്ങനെയാണ്? സെല്ലിങ് ന്യൂ ക്വാളിറ്റി പ്രോഡക്ട്സ്. ഓക്കെ, അവരപ്പോൾ ഇന്നോവേഷൻസ് നടത്തി പുതിയ പുതിയ ഐറ്റംസ് ഉണ്ടാക്കി വിൽക്കുമ്പോൾ എന്ത് ചെയ്യും? അതിന് പുതിയ പുതിയ ഡിമാൻഡുകൾ വരും. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കോളൂ. ഓൾസോ സം ഓഫ് ദം ഓഫർ ലോ പ്രൈസസ്. കണ്ടല്ലോ, ചില കമ്പനികൾ ആമസോൺ പറഞ്ഞപ്പോഴാണ് ഉദാഹരണമായിട്ട് വന്നത്. ഇപ്പോൾ ഫ്ലിപ്കാർട്ട്, നമ്മൾ പറയുന്ന ഫ്ലിപ്കാർട്ട് ഉണ്ടല്ലോ, ഈ ഫ്ലിപ്കാർട്ടിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള വളരെ സംഭവമാണ് ഗ്രേറ്റ് ഇന്ത്യൻ സെയിൽ അല്ലേ. ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കേട്ടിട്ടുണ്ടാവും. അതിലെന്താ സംഭവിക്കുന്നത്? പ്രൊഡക്റ്റുകളുടെയൊക്കെ പ്രൈസ് വളരെ കുറവായിരിക്കും അല്ലേ. പ്രൈസ് കുറവാകുന്നത് കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യും? ആൾക്കാർ ചെയ്യുന്നിട്ട് കൂടുതലായിട്ട് വാങ്ങും. അപ്പോൾ എന്ത് ചെയ്യും? അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ സെയിൽസ് കൂടും. അപ്പോൾ സെയിൽസ് കൂട്ടിയിട്ട് അതുവഴി കണ്ടല്ലോ ഹയർ റേറ്റ് ഓഫ് സെയിൽസ് വഴി എന്താണ്? മാക്സിമം പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടി നടത്തുന്ന ലോ പ്രൈസ് ഫെസ്റ്റിവലൊക്കെ എന്താണ്? ഈ പറഞ്ഞ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ്റെ ഒക്കെ ഭാഗമായിട്ട് നടത്തുന്നത് തന്നെയാണ് കേട്ടോ. അപ്പോൾ പ്രോഫിറ്റ് ലക്ഷ്യമാക്കിയിട്ട് പ്രവർത്തിക്കുക എന്നതാണ് എന്ത് പറയുന്നത്? പ്രോഫിറ്റ് സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് പല വഴികൾ സ്വീകരിക്കാറ്. നമ്മൾ പറഞ്ഞ പോലെ ഇന്നോവേഷൻസ് നടത്തും, അതുപോലെ ലോ പ്രൈസിൽ സാധനങ്ങൾ വിൽക്കും. അങ്ങനെ പല രീതിയിൽ ചെയ്യാം. ഇനി ബാക്കി നമ്മൾ പാർട്ട് 2 ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ.